നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് 2026 നാലാം ഘട്ട പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടന്ന പരീക്ഷയാണ്. അപ്പൊ നമുക്ക് ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്താലോ? ഇതിന്റെ മാർക്ക്ഡ് PDF വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് S എന്ന് കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ PDF എന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മള് എന്തായാലും ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നതില് 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പദ്ധതി വഴി 14,500-ൽ അധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. PM ശ്രീ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണ രൂപം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ 2026-ലെ പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? ഉൾപ്പെടാത്തത് MT വാസുദേവൻ നായർ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? തെറ്റായ പ്രസ്താവനകൾ ഇല്ല എന്നതാണ് ഉത്തരം. പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസ ധനസഹായം നൽകുന്നു. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകളും ട്രാൻസ് വുമണും ഗുണഭോക്താക്കൾ. സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രം ആനുകൂല്യം. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാമാണ്? മോഹൻലാലിന് ലഭിച്ചിട്ടുണ്ട്, അടൂർ ഗോപാലകൃഷ്ണന്. അപ്പോ 2ഉം 4ഉമാണ് ഉത്തരം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം VB ജിറാംജി എന്നതാണ്. ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. അസമിൽ വെച്ച് നടന്ന 79-ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം സർവീസസ്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ? ഇക്കാലത്ത് 20-ാം നൂറ്റാണ്ടിലും ഇതു നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ. ഈ വരികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റേതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. 2025-ലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാരാണ്? R വൈരമുത്തു. 2026-ൽ ദി ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? ഡൽഹി. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? തന്നിരിക്കുന്ന 3ഉം ശരി. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ഏതാണ്? സംഭാർ തടാകം. ഭിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഛത്തീസ്ഗഡ് ആണ്. ഭൂമിശാസ്ത്രപരമായി ധാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. അവ ഏതാണ്? മരുസ്ഥലി, രാജസ്ഥാൻ ബാഗർ. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീര സമതല ഭാഗം ഏതാ? കോറമണ്ടൽ തീരമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏത്? നമ്മളിത് മോക്ക് ടെസ്റ്റിലും ഇട്ട് തന്നെയല്ലേ? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ CST. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പരിപാടി സംരക്ഷണം ചെയ്ത വർഷം ഏതാണ്? 1923. ഭൗമതാപോർജ നിലയമായ മണികരൺ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ്. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കണേ. നമ്മൾ കമ്പനി LGSന്റെ മെയിൻസ് ബാച്ച് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 10-ാം തീയതി തുടങ്ങുകയാണ്. ഈ വർഷം അവസാനം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സ്. അപ്പോൾ പ്രിലിംസ് പാസ്സായി, ഞാൻ പ്രിലിംസ് നേടി എന്ന് പറഞ്ഞിരിക്കരുത്. മെയിൻസ് ആണ് യഥാർത്ഥ കടമ്പ. അപ്പൊ മെയിൻസിന് വേണ്ടി വേണം നിങ്ങൾ നിങ്ങളുടെ 101
1% ഇട്ട് പരിശ്രമിക്കാൻ. അതാണ് നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നത്, റാങ്ക് ലിസ്റ്റിലെ നിങ്ങളുടെ സ്ഥാനം തീരുമാനിക്കുന്നത്, നിങ്ങളുടെ ജോലി തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ച് ഫുൾ സിലബസ് കവറേജ് ആണ്. GK, സയൻസ്, കറന്റ് അഫയേഴ്സ്, മാത്സ്, മെന്റൽ എബിലിറ്റി, പഴയ CRT, പുതിയ CRT, NCERT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കഷൻ എല്ലാം ഉണ്ടായിരിക്കും. കയറി ജോയിൻ ചെയ്തോളാം. നമ്മുടെ ആപ്പ് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനിയും എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പറും കൂടി ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അപ്പൊ അവരെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം, പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിന്റെ നീതിയുടെ പൂർണ്ണ രൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ്. അടുത്ത ചോദ്യം, 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? താമരയാണ്. താമര. ഇന്ത്യ USA ബന്ധത്തെ കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ഈ പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായ US, സീറ്റോ, സെന്റോ എന്നീ സൈനിക സംഘടനകൾ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷൻ ആണ്. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബാ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം ഏതാ? ഭൂദാൻ പ്രസ്ഥാനം. 1916 പ്രസിദ്ധമായ ലക്നൌ ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ PSC നൽകിയത് ഓപ്ഷൻ B എന്നുള്ള ഉത്തരമാണ്. PSC നൽകിയത്. ഓക്കെ, സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്കായി ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ധർ കമ്മീഷൻ എന്നാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 21. ഓപ്പറേഷൻ തൂഫാൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ PSC പരീക്ഷകൾ മിക്കതിലും തൂഫാൻ ഇടം നേടിയിട്ടുണ്ട്. മയക്കുമരുന്ന്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തിരിക്കുന്നത്? ആനന്ദമഠം. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ശ്രീനാരായണ ഗുരുവിന്റെ സ്മരണാർത്ഥം. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? 1921. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം എന്താ? നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂ. ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? ദേശീയ ഗാനം ശങ്കരാഭരണം. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA-മാരുടെ എണ്ണം എത്രയാ? 11. SIR താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി അതും ഇടം നേടിയിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി 2026 മെയ് മാസം 16 രൂപീകരിച്ചു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതില് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. പ്രശസ്തമായ ശിവരാത്രി ഉത്സവം നടക്കുന്ന ആലുവ പെരിയാറിന്റെ തീരത്താണ്. താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇവിടെ തന്നിരിക്കുന്നതില് 1ഉം 2ഉമാണ് ശരി. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. ശാസ്താംകോട്ട തടാകത്തിന് തീരത്ത് പ്രശസ്തമായ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതില് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റം എല്ലാം ശരിയാണ്. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനിമോൾ ഉസ്മാൻ ആണ്. ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റോജി എം ജോൺ. അപ്പോൾ മന്ത്രിമാരും വകുപ്പുകളും അവരുടെ മണ്ഡലങ്ങളും ഒക്കെ കോഡിന്റെ രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി മിക്ക പരീക്ഷയും ചോദിക്കാൻ കേട്ടോ, റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ട് പോവുക. താഴെ തന്നിരിക്കുന്നവരിൽ അരയ സമാജ സ്ഥാപകൻ ആരാണ്? അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ.
താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഗ്രീൻഫീൽഡ് തിരുവനന്തപുരം ജില്ല. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ പുരസ്കാരം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇവിടെ തന്നിരിക്കുന്നതില് നോക്കിക്കേ, കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഓക്കെ, ശരി. രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കേ, നെയ്യാർ വനമേഖലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മീശപ്പുലിമല വരികയാണെങ്കിൽ, രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല വരികയാണെങ്കിൽ ഈ പ്രസ്താവന തെറ്റായിട്ട് പരിഗണിക്കാം. പക്ഷേ PSC ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത്. ഇത് മൂന്നും ശരിയാണ്. അപ്പൊ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ചോദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ 2ഉം 3ഉമാണ് ശരി. കല്ലുമാല സമരം സംഘടിപ്പിക്കുകയും സാധുജന പരിപാലന യോഗം സ്ഥാപിക്കുകയും ചെയ്തത് ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. സാമൂഹ്യ പരിഷ്കർത്താവായി VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പേരിൽ നാടകം പ്രസിദ്ധീകരിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തു. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. 1947 മുതൽ 48 മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം ഐത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. കൊച്ചിയിലെ മുൻ മന്ത്രി മുഖ്യനായിരുന്ന പാലിയത്തച്ഛന്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. D ആണ് ശരി. പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതില് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനമായിരുന്നു. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം മുതലായവ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ എല്ലാം ശരിയാണ്. C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഉത്തരവാദ ഭരണം നേടുന്നതിനായി പട്ടമേ താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് കണ്ടെത്തുക. AK ഗോപാലനാണ്. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ഷൺമുഖം ചെട്ടി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ കലാപം നടന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ മയക്കുമരുന്നിന്റെ വേരിറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ. അപ്പൊ 2 ചോദ്യം വന്നേ. തൂഫാൻ മനുഷ്യ മസ്തിഷ്കം നാഡീ വ്യൂഹത്തിന്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിന്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്നാ നാഡിയെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളി ഏതാ? മെനിഞ്ചസ്. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ-ഡൈ-ഓക്സൈഡ് അടങ്ങിയ അശുദ്ധ രക്തം ശ്വാസകോശത്തിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചുകൊണ്ടു പോകുന്ന രക്തക്കുഴൽ ഏതാ? ധമനികൾ. കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വൈറ്റമിന്റെ കുറവ് മൂലം? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ്. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരെന്തുവാ? കാർസിനോജനുകൾ എന്നാണ് വിളിക്കുന്നത്. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്, എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ അളവ് വർദ്ധിക്കുന്നു? കാർബൺ-ഡൈ-ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നു.
കടൽ തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങൾക്ക് സമീപവും വളരുന്ന വനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കണ്ടൽ വനങ്ങൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉൽപാദകരായി കണക്കാക്കുന്നത്? ഹരിത സസ്യങ്ങളെയാണ്. ഹരിത സസ്യങ്ങൾ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലൻ ഏത്? CFC ആണ്. ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതിയുടെ പേരെന്താ? താലോലം. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഏലയ്ക്ക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 4 ശരി. ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമാണ്. ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറുന്നു. ചന്ദ്രനിൽ ഒരു വസ്തുവിന്റെ ഭാരം കുറയുന്നു. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ഐസോടോപ്പുകൾ? C14 C12 ആണ്. ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം എന്താ? ഉയർന്ന ദ്രവണാങ്കമാണ് ഉണ്ടായിരിക്കേണ്ടത്. തുരുമ്പ് പ്രധാനമായും എന്താണ്? തുരുമ്പ് എന്നത് അയൺ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്നവയിൽ താപശോഷക പ്രവർത്തനം ഏത്? താപശോഷകം, പ്രകാശ സംശ്ലേഷണം. ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു. അതിന് കാരണം എന്താ? നൗകയും യാത്രികരും ഒരുമിച്ച് സ്വതന്ത്ര പതനത്തിലാണ്, സ്വാതന്ത്ര്യ ഫ്രീ ഫോളിലാണ്. ഭൂമിയിൽ അന്തരീക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ പകൽ സമയത്ത് ആകാശം കറുപ്പു നിറമായിരുന്നേനെ. ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നത് എന്ത് പ്രതിഭാസം? അപവർത്തനം. ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നതിന് കാരണം എന്താ? പ്രകാശത്തിന്റെ വേഗത ശബ്ദത്തെക്കാൾ വളരെ കൂടുതലായതുകൊണ്ടാണ്. താഴെ പറയുന്നവയിൽ ചുമന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. 27/9 + 6 × 4 - 6 വാല്യൂ എത്രയാ? 21. 3/4 + 1/6 വാല്യൂ എത്രയാണ്? 11/12. 6.5 × 0.28 × 0.5 /0.07 × 0.13 × 2.5 വാല്യൂ എത്രയാ? 40. 35 സ്ക്വയർ വാല്യൂ എത്രയാണ്? 1225. √841 സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു മാത്സ്. 29. ആദ്യ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 5.5. 1500 രൂപ വിലയുള്ള കസേര 15% ലാഭം കിട്ടുവാൻ എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്? 1725. 18, 90, 108 എന്ന സംഖ്യകളുടെ ഉസാഖ എത്രയാ? 18. ഒരു ലോറിയുടെ ശരാശരി വേഗത 56 km/h ആണെങ്കിൽ ആ ലോറി 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്ര ദൂരമാണ് സഞ്ചരിക്കുന്നത്? 182 കിലോമീറ്റർ. രണ്ട് സംഖ്യകളുടെ ഉസാഖ 25 ലസാഗു 1500 ഒരു സംഖ്യ 50 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? ഓപ്ഷൻ ഡി 750. 1, 2, 4 എന്ന ശ്രേണിയിലെ 10ാമത്തെ പദം ഏത്? 512. താഴെ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതില് ഏറ്റവും ചെറുത് 2/5 ആണ്. 2/5, 7/10, 3/4, 2/1, 2/5 ആണേ. രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏത്? 16. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടിയാൽ ക്ലാസ്സിലെ ശരാശരി വയസ്സ് 2 കൂടും എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്രയാണ്? 54. ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ഒറ്റയാൻ 343. 2x+1 = 1024 ആയാൽ എക്സിന്റെ വാല്യൂ എത്രയാ? 9. ഒരു വരിയിൽ കിരൺ മുന്നിൽ നിന്ന് 8ാമത് പിന്നിൽ നിന്നും 25ാമതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 32. പ്ലസ് എന്നാൽ ഡിവൈഡഡ് ബൈ, മൈനസ് എന്നാൽ ഇൻറ്റു എന്നാൽ പ്ലസ്. അങ്ങനെയാണെങ്കിൽ 100 + 10 - 20 × 5 വാല്യൂ എത്ര? 205 ആണ് വാല്യൂ. അടുത്ത പദം കണ്ടെത്തുക. BG, JMO, RUW വാല്യൂ എന്താ അടുത്തത്? അടുത്ത പദം എന്താണ് വരേണ്ടത്? ZCE. 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? 600 ആണ്. 600. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. ഏതെങ്കിലും നമുക്ക് ചോദ്യം ചെയ്യാൻ ഡൗട്ട് പറഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചലഞ്ച് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ.
എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. മാർക്ക്ഡ് PDF വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് എസ് എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ PDF എന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ കമ്പനി LGSന്റെ മെയിൻസിന്റെ ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. August 10th സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് കൊടുത്തേക്കാമേ. അപ്പോൾ അടുത്തൊരു ഘട്ടം കൂടെ ഉണ്ട് പരീക്ഷ. ഓഗസ്റ്റ് മാസം 22 മാറ്റിവെച്ച ഘട്ടം. അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പറേഷൻ നടത്തിക്കോളൂ പരീക്ഷയുള്ള ആൾക്കാർ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.